കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുളായി, മൂത്തേടം, അമരമ്പലം പഞ്ചായത്തുകളിൽ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് മൻസൂർ ചേരുന്നു. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നമസ്കാരം സ്നേഹ. ഞാനിപ്പോൾ ഉള്ളത് കരുളായി ഗ്രാമപഞ്ചായത്തിലാണ്. മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമരമ്പലം, കരുളായി, മൂത്തേടം പഞ്ചായത്തുകളിൽ രാവിലെ തന്നെ പോളിംഗ് ആരംഭിച്ചു. കൃത്യമായി പറഞ്ഞാൽ 7 മണിക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച 7 മണിക്ക് തന്നെ ഇരു പഞ്ചായത്തുകളിലെയും എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. 5:30 മോക്ക് പോൾ ആരംഭിക്കുകയും ചെയ്തു. രാവിലെ ഒരു കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും ഒരു 10-11 മണിയോടുകൂടി കാലാവസ്ഥ അനുകൂലമാവുകയും പോളിംഗ് യഥാക്രമം ഉയരുകയും ചെയ്തു. രാവിലെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടെങ്കിലും കൃത്യമായി ഒരു 10-11 മണിയോടുകൂടി തന്നെ മിക്ക ബൂത്തുകളിലും ചെറിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. കാര്യമായി പറയേണ്ടത്, ഒരു ബൂത്തുകളിലും മെഷീനുകളിലൊന്നും തകരാറ് സംഭവിച്ചില്ല എന്ന് തന്നെയാണ്. 3 പഞ്ചായത്തുകളിലുമുള്ള കൃത്യമായ ബൂത്തുകളിലെല്ലാം മെഷീനുകളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുകയും അത് ഉച്ചവരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് എല്ലാ ബൂത്തുകളിൽ നിന്നും കാണാനാകുന്നത്. രാവിലെ മഴ ചെറിയൊരു പ്രശ്നമുണ്ടാക്കിയെങ്കിലും ആളുകൾ കൃത്യമായി തന്നെ വാഹനങ്ങളിലും മറ്റുമായി ബൂത്തിലെത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ 1000-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളെ 2ആക്കുകയും അവിടെ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് വോട്ടർമാരെ മാറ്റുകയും ചെയ്തതിനാൽ തന്നെ ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കായി ഏകദേശം 2000-ലധികം ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും സുരക്ഷയ്ക്കായി 1700-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. വോട്ടിംഗ് പ്രക്രിയകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് എല്ലാ ബൂത്തുകളിലൂടെയും സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ബൂത്തുകളിൽ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കളക്ടർ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരുളായി, അമരമ്പലം പഞ്ചായത്തുകളെ എടുത്ത് പരിശോധിക്കുകയാണ്. കരുളായിൽ വനത്തിനകത്ത് ഒരു ബൂത്തുണ്ട്. അവിടെയും രാവിലെ തന്നെ നെടുങ്കയത്താണ് ആ ബൂത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെയും കൃത്യമായി രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. ഒരു തടസ്സം ഉണ്ടായില്ല. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അവിടെ കൃത്യമായ രീതിയിലുള്ള നല്ല പോളിംഗ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് ആദിവാസികൾ വോട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. വനത്തോട് ചേർന്നുള്ള ക്രമീകരിച്ചിട്ടുള്ള ഒരു ബൂത്താണ് പാട്ടക്കരിമ്പുള്ളത്. ഇവിടെയും രാവിലെ തന്നെ 7 മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. ആദിവാസികളും പാട്ടക്കരിമ്പ് ഉന്നതിയിലെ ആദിവാസികൾ കൃത്യമായി തന്നെ അവിടെ എത്തി വോട്ട് ചെയ്യുന്നുണ്ട്. മൂത്തേടം പഞ്ചായത്തിലും ഇതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ബൂത്തുകളും ഈ പഞ്ചായത്തുകളിലുണ്ട്. ഈ വനത്തിനകത്തും വനത്തോട് ചേർന്നുള്ള മാവോയിസ്റ്റ്, മുൻ കാലങ്ങളിൽ മാവോയിസ്റ്റ് ഭീതിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്ര സേന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിൽ, കനത്ത സുരക്ഷയിൽ തന്നെയാണ് വോട്ടിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ പോലീസിന്റെ പാട്രോളിംഗ് കൃത്യമായി നടക്കുന്നുണ്ട്. കൃത്യമായി 1-2 ബൂത്തുകളിലെ മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് കൃത്യമായ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ ബൂത്തുകളിലും സജ്ജമായിട്ടുണ്ട്. ഏതായാലും ഒരു 11 മണിയോടുകൂടി തന്നെ വെയിലിന്റെ ഒരു കാലാവസ്ഥ അനുകൂലമായി വെയിൽ വരികയും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ബൂത്തുകളെ തരം തിരിച്ചത് കൊണ്ട്, അതായത് 1000-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളെ 2ആക്കി മാറ്റുകയും അവിടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതിനാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നിർദ്ദേശം കൃത്യമായി വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് കൃത്യമായി എവിടെയും ഒരു ഉച്ചവരെ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഉച്ചയോടുകൂടി ഏതായാലും ഒരു 40% മുകളിൽ ഒരു 1.5 കൂടി 50%-നടുത്ത് പോളിംഗ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വൈകിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ മൊത്തം ഒരു 75-ന് മുകളിൽ പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം 2,35,000-ഓളം വോട്ടർമാരാണ് മൊത്തം നിയോജക മണ്ഡലത്തിലുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തില്ല എന്നുള്ളത് തന്നെ അറിയാം, ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെ. ഏതായാലും കൃത്യമായ വിവരങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനും നിലമ്പൂരിനുമൊപ്പം കരുളായിൽ നിന്നും മുഹമ്മദ് മൻസൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.